ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാവസ് ആണ്. അപ്പൊ ഇതാ നമ്മുടെ ആനുവൽ എക്സാമിംഗ് അടുത്തെത്തി അല്ലേ. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പങ്കുവെക്കാം അഥവാ ലെറ്റ്സ് ഷെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ കഴിഞ്ഞ ലൈവില് നമ്മൾ അടിപൊളിയായിട്ട് ഹരിക്കാനും അതേപോലെ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അങ്ങനെ കുറെ കാര്യങ്ങൾ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് കാണുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ചോദ്യം നോക്കാം. 15 മിഠായി 3 കുട്ടികൾക്ക് തുല്യമായി കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 മിഠായി അല്ലെ, 15 സ്വീറ്റ്സ് എന്ത് ചെയ്തു, 3 കുട്ടികൾക്കാണ് തുല്യമായിട്ട് കൊടുത്തത് അല്ലെ. 3 ചിൽഡ്രൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു. അങ്ങനെയെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര മിഠായി കിട്ടും എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ഇത് ചെയ്തത്? ഇതിന് നമ്മള് 15 ഹരിക്കണം 3 അഥവാ 15 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എങ്ങനെയായിരിക്കും ഇതിന് ആൻസർ നമ്മൾ കിട്ടുക? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ അഥവാ 3നെ ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഏതാണ് നമ്പർ? 3 into 5 ചെയ്താലാണല്ലേ 15 കിട്ടുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല പോലെ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡിവിഷൻ വരെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ നല്ല പോലെ ഡിവിഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും സെറ്റ് ആക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ചിലവർക്ക് ചില ടേബിൾസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടാവുക അല്ലെ. ചില ടേബിൾസ് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടാകും. അപ്പൊ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടേബിൾസിന് കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ എല്ലാ സാധനങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫുൾ സെറ്റ് ആക്കി വെക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഷിയാന്റെ ക്ലാസ്സിൽ 28 കുട്ടികളുണ്ട്. എത്ര കുട്ടികളാണ്? 28 സ്റ്റുഡൻസ് ആണുള്ളത്. ഒരു ബെഞ്ചിൽ 4 പേർ വീതമാണ് ഇരിക്കുന്നത് എങ്കിൽ ക്ലാസ്സിൽ എത്ര ബെഞ്ച് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 28 പേരാണല്ലേ, 28 ചിൽഡ്രൻ ആണ് ടോട്ടൽ ഉള്ളത്. ഒരു ബെഞ്ചിൽ അല്ലെ, ഒരൊറ്റ ബെഞ്ചിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നതാണ് 4 പേര്. അങ്ങനെയെങ്കിൽ എത്ര ബെഞ്ചുകളായിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം അല്ലെ. 28നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? 4 ഗുണം ഡാഷ് ഇസ് ഈക്വൽ ടു 28. 4 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 28. 4 ഗുണം 7 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് 28 കിട്ടുക അല്ലെ. 7 into 4 അഥവാ 4 into 7 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 28 കിട്ടുക. സെറ്റ് അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോ യെസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.